നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണും കാതും നിറച്ച ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. 96 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തേക്ക് ജനപ്രവാഹം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള കൊമ്പന്മാർ. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതി വോട്ടിനിട്ട് അംഗീകരിച്ചു. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ വാർഷിക പദ്ധതി അംഗീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ടത് BJP അംഗങ്ങളുടെ വിയോജിപ്പിനെ തുടർന്ന്. ആളൂർ പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടിയുമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കണ്ണും കാതും നിറച്ച് മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം. ജനസാഗരമാണ് ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരാഘോഷത്തിനായി ഒഴുകിയെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 3-ന് ക്ഷേത്രത്തിൽ നട തുറന്ന വിശേഷാൽ പൂജകളുണ്ടായി. രാവിലെ 11-ന് ഭഗവതിയെ കോട്ടൂർ മനയിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് 5ഓളം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പൂരം എഴുന്നള്ളിച്ച് ക്ഷേത്ര നടപ്പന്തലിൽ എത്തി. ഗജവീരൻ മാവേലിക്കര ഗണപതി ദേവിയുടെ തിടമ്പേറ്റി പഞ്ചവാദ്യവും അരങ്ങേറി. വെള്ളിത്തുരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്വത്തിൽ മുലയംപറമ്പ് വാദ്യകലാ സംഘം പാണ്ടിമേളമൊരുക്കി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ തട്ടകങ്ങളിൽ നിന്ന് ആരംഭിച്ച 33ഓളം ആനപ്പൂരങ്ങൾ കാവ് കയറിയതോടെ കുംഭച്ചൂടിനെ വകവയ്ക്കാതെ ആയിരങ്ങൾ മൈതാനത്തെ അലകടലാക്കി. 6:30-ക്ക് മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം തുടങ്ങി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 35ഓളം തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് വേലയാഘോഷങ്ങൾ കാവിലെത്തി. തിറ, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി, വൈദ്യുതി ദീപങ്ങൾ അലങ്കരിച്ചുള്ള നിലക്കാവടി, തെയ്യം തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തി. ആർപ്പ് വിളിച്ചെത്തിയ കടവല്ലൂർ ദേശത്തിന്റെ കാളവരവും അഴകായി. കൊച്ചുകുട്ടികളും ചെറിയ കാളകളേന്തിയതും പകൽപൂരത്തെ വർണ്ണാഭമാക്കി. ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടായി. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ, കല്ലേക്കുളങ്ങര അച്യുതൻ മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പക നടന്നു. തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ചാലിശ്ശേരി അങ്ങാടി പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി തുടർച്ചയായി 17 വർഷവും എഴുന്നള്ളിപ്പിനെത്തിച്ചത് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ. എഴുന്നള്ളിപ്പിന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏക്കത്തുകയ്ക്കാണ് ഗജരാജാവിനെ ചാലിശ്ശേരിയിലേക്ക് എത്തിച്ചത്. 2024-ലും ഈ പൂരാഘോഷ കമ്മിറ്റി ഗജരാജനെ കൊണ്ടുവന്നിരുന്നു. ഇത്തവണയും സമീപ ജില്ലകളിലെ ആഘോഷം വന്നതോടെയാണ് 13,13,333 എന്ന തുക നൽകി രാമനെ മുലയംപറമ്പിലേക്ക് എത്തിച്ചത്. രാവിലെ 10-ന് അങ്ങാടി കല്ലുംപുറം റോഡിൽ നിന്ന് ഗജരാജനെ ആർപ്പുവിളികളോടെ കമ്മിറ്റിക്കാർ സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 12-ന് പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി പരിസരത്ത് ദേവിയുടെ തിടമ്പ് നാരായണൻ നമ്പൂതിരി പൂജ ചെയ്തു. തുടർന്ന് പൂരം ആരംഭിച്ചു. പാറമേക്കാവ് അഭിഷേകിന്റെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ മേളത്തിനും കരിയന്നൂർ പ്രദേശത്തിന്റെ നാദസ്വരവും അകമ്പടിയായി. ക്ഷേത്രത്തിൽ ഭഗവതിയെ വണങ്ങിയ രാമചന്ദ്രൻ 10 മിനിറ്റ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. ആനപ്രേമികൾക്ക് അവിസ്മരണീയ അനുഭവങ്ങൾ സമ്മാനിച്ച് ഗജരാജൻ മടങ്ങി. പഴമയുടെ തനിമയുമായി ചാലിശ്ശേരി പതിർവാണ്യം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പെരുമയും വിളിച്ചോതുന്ന പതിർവാണ്യം വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്തു നിന്ന് ലഭ്യമാണ്. ആദ്യകാലങ്ങളിൽ ഉണക്ക മത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ഇപ്പോൾ പച്ച മത്സ്യമാണ് വിൽപ്പന ഏറെ നടന്നത്. മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഏകദിന മത്സ്യവാണിഭമാണ് ഇവിടെ നടന്നത്. ആദ്യകാലങ്ങളിൽ കൊയ്ത്തുകഴിഞ്ഞ കർഷകർ മിച്ചം വയ്ക്കുന്ന പതിരുൾപ്പെടുന്ന നെല്ല് കൊട്ടയിലാക്കി മത്സ്യക്കച്ചവടക്കാർക്ക് കൊടുത്താൽ കൊട്ട നിറച്ച് മത്സ്യം തിരിച്ചു നൽകുന്നതായിരുന്നു പതിവ്. അങ്ങനെയാണ് പതിരുവാണിഭം എന്ന പേര് വന്നത്. കൃഷിയുടെ പ്രൗഢിക്ക് നിറം മങ്ങിയതോടെ
പതിര് നൽകി മത്സ്യം വാങ്ങുന്നത് നിന്നെങ്കിലും അത് വലിയ കച്ചവടമായി മാറി. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻപുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. മത്സ്യത്തിനു പുറമെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ട് തായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പനയാണ് 24 മണിക്കൂർ കൊണ്ട് നടന്നത്. രാത്രികാലങ്ങളിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാവി, ഭൂതം, വർത്തമാനം പറയുന്ന തത്തകളുമായി എത്തിയ കാക്കാത്തിക്കൂട്ടങ്ങളും പൂരപ്പറമ്പിൽ സജീവമായിരുന്നു. ക്ഷേത്ര മൈതാനം ഉത്സവപ്രേമികൾ കൈയടക്കി ആഘോഷ കമ്മിറ്റിക്കാർ ആനച്ചമയങ്ങൾ പ്രദർശനവും നടത്തി. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാർ ഓടിച്ചിരുന്ന എയ്യാൽ സ്വദേശി പരംജ്യോതി പടിഞ്ഞാറേതിൽ വിനയകുമാരനാണ് പരിക്കേറ്റത്. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ മാനേജറും കോൺഗ്രസ് നേതാവുമാണ് വിനയകുമാരൻ. വെള്ളിയാഴ്ച രാവിലെ 8:30 കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപം വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന ജോഷിമോൻ ബസും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ കുടുങ്ങിയ വിനയകുമാരനെ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് വാഹനത്തിന്റെ വശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തുടർന്ന് വെള്ളറക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. ബസിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതി വോട്ടിനിട്ട് അംഗീകരിച്ചു. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് വാർഷിക പദ്ധതി അംഗീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട BJP അംഗങ്ങളുടെ വിയോജിപ്പിനെ തുടർന്ന് വോട്ടിനിട്ടത്. ആവശ്യമായ ചർച്ചകൾ നടത്താതെയാണ് വാർഷിക പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് BJP കൌൺസിലർ KK മുരളി ആരോപിച്ചു. അതുപോലെ തന്നെ ദേശാടന ലേഖനം അയച്ചെടുക്കാം, മാതൃക ലേഖനം അയച്ചെടുക്കാം. ഇപ്പൊ കാഴ്ച എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്ന് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ് പറഞ്ഞു. ഇത് അവസാനത്തെ പദ്ധതിയിലേക്ക് ആകുമ്പോ പൊളിറ്റിക്കൽ ഡിസിഷൻ ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അങ്ങനെ തീരുമാനം എടുത്തു വന്നാൽ നടപ്പിലാക്കുന്നതിന് ആരും എതിരൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കേണ്ട രേഖകളാണെന്ന് നമ്മൾ സംസാരിക്കുക. തുടർന്ന് വോട്ടിനിട്ട അജണ്ട ഭൂരിപക്ഷ വോട്ടോടെ പാസാക്കി. BJP അംഗങ്ങൾ അജണ്ടയ്ക്കെതിരായി വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ് RMP അംഗങ്ങൾ വിട്ടുനിന്നു. നഗരസഭാ കാര്യാലയത്തിൽ നിന്നും കൌൺസിലറുടെ ബാഗിലുണ്ടായിരുന്ന പണം മോഷണം പോയ സംഭവത്തിൽ പോലീസിന് പരാതി കൈമാറിയതായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. BJP കൌൺസിലർ ഗീതാ ശശിയുടെ ബാഗിൽ നിന്നാണ് 5000 രൂപ മോഷണം പോയത്. നഗരസഭാ കാര്യാലയത്തിലെ നിരീക്ഷണ ക്യാമറകൾ പലതും പ്രവർത്തിക്കുന്നില്ലെന്ന് കൌൺസിലർമാർ ആരോപിച്ചു. പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കം നടപടികൾ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകി. അനധികൃത ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തിൽ ഹൈക്കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ താൻ മാപ്പു പറഞ്ഞതായുള്ള വാർത്ത വ്യാജമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കൌൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, AS സുജീഷ്, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, രേഷ്മ സുനിൽ, ബീന രവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ പെരുമ്പടപ്പ് കണ്ടുബസാർ സ്വദേശി ചക്കാത്തയിൽ വീട്ടിൽ അലി, നിയാസ്, ഷാജിദ, പഴഞ്ഞി കോട്ടോൾ സ്വദേശി ആലിങ്ങൽ വീട്ടിൽ ഷെരീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ തൃക്കണമുക്ക് ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നായർ സമാജം നൽകുന്ന ശിവപത്മം പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ട്രസ്റ്റി പുനലൂർ സോമരാജനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജസ്റ്റിസ് ആർ ഭാസ്കരൻ, ഡോക്ടർ DM വാസുദേവൻ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവരുൾപ്പെട്ട കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ നിർണയിച്ചത്. ബലകം, പ്രശസ്തിപത്രം,
മാതൃദക്ഷിണയായി 10,001 രൂപ, പൊന്നാട എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 6-ന് മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ ജസ്റ്റിസ് പി സോമരാജൻ പുരസ്കാരം നൽകും. മുൻ ദേവസ്വം കമ്മീഷണർ പി വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദീപപ്രോജ്വലനം നിർവഹിക്കും. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് പുരസ്കാര ജേതാവിന് മാതൃദക്ഷിണയും പ്രശസ്തിപത്രവും സമർപ്പിക്കും. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ, വാർഡ് കൌൺസിലർ രേണുക ശങ്കർ എന്നിവർ മുഖ്യാതിഥികളാകും. സമാജം ഭാരവാഹികളായ എം നിർമ്മലൻ മേനോൻ, വി അച്യുതക്കുറുപ്പ്, കെ രവീന്ദ്രൻ നമ്പ്യാർ, വി ശ്രീകൃഷ്ണൻ, മിനി നായർ, രാധിക എസ് നായർ, ശാന്ത ആർ നായർ, ശ്രീദേവി കെ നായർ, സിന്ധു ബി നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുറ്റേക്കര സ്കൂൾ ഗ്രൗണ്ടിൽ അഗ്നിബാധ. ഇവിടെ സൂക്ഷിച്ചിരുന്ന ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾക്കാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:15 സംഭവം. പരിസരത്ത് വലിയ തോതിൽ കറുത്ത പുക ഉയർന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സാണ് തീയണച്ചത്. ആളൂർ പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടിയുമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ പരിസരവാസികളുടെ കണ്ണുവെട്ടിച്ച് പഴകിയ കാലാവധി കഴിഞ്ഞ ഗുളികകളും മരുന്നുമാണ് ചാക്കിൽ കെട്ടി പുഴയിൽ വലിച്ചെറിഞ്ഞത്. പൊതുജലാശയങ്ങൾ മലിനപ്പെടുത്തുക മാത്രമല്ല, പൊതുജനങ്ങൾ കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്ന പുഴയിൽ രാസസംയുക്തങ്ങൾ അടങ്ങിയ മരുന്നുകൾ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലഭിച്ച തെളിവുകളിലൂടെയാണ് വലിച്ചെറിഞ്ഞത് ആളൂർ സ്വദേശിയും 7-ാം വാർഡിലെ സ്ഥിരതാമസക്കാരനുമായ രായമരക്കാർ വീട്ടിൽ മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പന്നിത്തടം റോഡിലെ ഇന്ത്യൻ ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഇവരെ വിളിച്ചുവരുത്തി കയ്യോടെ മാലിന്യം എടുത്തുമാറ്റി. തുടർന്നുള്ള അന്വേഷണത്തിൽ ചാക്കിൽ കെട്ടി പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ചാക്കിൽ നടത്തിയ പരിശോധനയിൽ കൂനമൂച്ചി സ്വദേശി തരകൻ ഫ്രാൻസിസ് എന്ന വ്യക്തി വീട്ടിലെ മാലിന്യമാണ് നിക്ഷേപിച്ചത് എന്ന് വ്യക്തമായി. പള്ളിയിലെ സംഭാവന രസീതിയും തുണിക്കടയിലെ ബില്ലുകളുമാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിനെ സഹായിച്ചത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിച്ചു. മാലിന്യം നിക്ഷേപിച്ചവരുടെ വിവരം നൽകിയ വ്യക്തിക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊതുജലാശയങ്ങൾ മലിനമാക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരി ഡോക്ടർ കെ പി ചിന്ത അറിയിച്ചു. പരിശോധനയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ്, എ കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു എന്നിവർ നേതൃത്വം നൽകി. വേനൽ കനത്തതോടെ നൂറടിത്തോട് വറ്റിത്തുടങ്ങി. കാട്ടുകാമ്പാൽ പോർക്കുളം മേഖലയിലെ പുഞ്ചകൃഷിക്ക് വെള്ളം എത്തുന്നത് നൂറടിത്തോട്ടിലൂടെയാണ്. വേനൽ ആരംഭത്തിൽ തന്നെ തോട്ടിലെ വെള്ളം വറ്റുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആദ്യം കൃഷിയിറക്കിയ കോൾപ്പാടങ്ങളിൽ നെല്ലിന് കതിരുകൾ നിരന്നു തുടങ്ങി. എന്നാൽ അവസാനം കൃഷിയിറക്കിയ പാടങ്ങളിൽ നെല്ലിന് കതിരുകൾ വരുന്നതേയുള്ളൂ. നെൽച്ചെടികൾക്ക് ധാരാളം വെള്ളം വേണ്ട സമയമാണിത്. തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതോടെ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 16 വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 42 വയസ്സുകാരന് 13 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷ.
വാടാനപ്പള്ളി മൊയ്തീൻ പള്ളി വലിയകത്ത് അബൂബക്കർ മകൻ ഷമീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം. ആൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി. സിപിഒമാരായ സിന്ധു, പ്രസീത എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. തിരുത്തിക്കാട് ബണ്ട് തുറന്നു. വെള്ളം ഒഴുകി വന്നതോടെ 100 അടി തോട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ വെട്ടിക്കടവ് മുതൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ പെങ്ങാമുക്ക്, ചെറുവള്ളിക്കടവ് വരെയുള്ള കോൾപ്പാടങ്ങൾക്ക് ഇതോടെ പുഞ്ചകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കും. ഇത്തവണ നേരത്തെ കൃഷിയിറക്കിയ കോൾപ്പാടങ്ങളിൽ കതിരുകൾ നിരന്നിരുന്നു. എന്നാൽ വൈകി കൃഷിയിറക്കിയ പാടങ്ങളിൽ നെല്ലിന് കതിര് വന്നിട്ടില്ല. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ വിളവിനെ ബാധിക്കുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. ചാവക്കാട് എടക്കഴിയൂർ 4-ാം കല്ലിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ സ്വദേശി പ്രതാപ് ബെഹ്റയാണ് 3 കിലോ കഞ്ചാവുമായി പിടിയിലായത്. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചാവക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് നഗരസഭയിലെ പുതിയറ 30-ാം വാർഡ് കൌൺസിലർ കെ മുബാറക്കിന്റെ നേതൃത്വത്തിൽ ചാലിൽ ബീവു തക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ KV അബ്ദുൽ ഖാദർ താക്കോൽ ദാനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, MR രാധാകൃഷ്ണൻ, KH സലാം, KM അലി, AA മഹേന്ദ്രൻ, CK രമേശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ച സുമനസ്സുകളോട് കൌൺസിലർ നന്ദി അറിയിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുകയും പുറമ്പോക്ക് ഭൂമി കയ്യേറുകയും സീഡ് അഴിമതിയിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്ത 17-ാം വാർഡ് കോൺഗ്രസ് മെമ്പർ MC ഐജു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി വായനശാല പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TK ശിവൻ, സുമന സുഗതൻ, PT ദേവസി, PM കുഞ്ഞുമോൻ, PT ജോസഫ്, NB ബിജു, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഒരുമനയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് KV കബീർ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. 22,40,78,823 രൂപ വരവും 22,21,15,000 രൂപ ചെലവും 19,63,823 രൂപ നീക്കിവയ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കുടിവെള്ളത്തിന് 5 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് 2,43,73,060 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദം, ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്നീ ലക്ഷ്യത്തോടെ വനിതകൾക്കും വയോജന സൗഹൃദ പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകി. പഞ്ചായത്തിന്റെ വരുമാന വർധനവിന് ടൂറിസത്തിനും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KH കയ്യമ്മു ടീച്ചർ, KV രവീന്ദ്രൻ, ET ഫിലോമിന, മെമ്പർമാരായ നഷ്ര മുഹമ്മദ്, നസീർ മൂപ്പിൽ, ആരിഫ ജുഫയർ, KJ ചാക്കോ, ഹസീന അൻവർ, VC ഷാഹിബാൻ എന്നിവർ സംസാരിച്ചു. വാതാലയേച്ചൻ ക്രിയേഷൻസ് നിർമ്മിച്ച ചൂട്ടുകളി എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ആദരിച്ചു. കോഴിക്കോട് സർവകലാശാല കുട്ടനെല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് വിഭാഗം യുക്ത 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ഹ്രസ്വചിത്ര മത്സരത്തിൽ 2 പുരസ്കാരങ്ങൾ ചൂട്ടുകളി കരസ്ഥമാക്കി. മികച്ച ചിത്രവും ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് നായിക കഥാപാത്രമായ രാമനാഥനെ അവതരിപ്പിച്ച സുനിൽ ചന്ദ്രന് മികച്ച നടനുള്ള പുരസ്കാരവും നേടി. ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായ ഞമനേങ്ങാട് ഉണ്ണിയാശാന്റെ വസതിയിൽ ചേർന്ന അനുമോദന സദസ്സ് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. CCTV പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തുടർന്ന് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പന്നിവേട്ട, ചൂട്ടുകളി എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായകൻ പ്രദീപ് നാരായണൻ, തിരക്കഥാകൃത്തും നാടക സംവിധായകനുമായ ബാബു വൈലത്തൂർ, അശോക് ആചാരി, ചലച്ചിത്ര നടൻ ഫാദർ സുനിൽകുമാർ, വാതാലയേശൻ ക്രിയേഷൻസ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനാ വിഭാഗത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ ഷെഹ മെഹറിൻ, 10ാം തരം തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഭാനുമതി ഉണ്ണികൃഷ്ണൻ, ചൂട്ടുകളി സിനിമയിലൂടെ പുരസ്കാരം നേടിയ സുനിൽ ചന്ദ്രൻ, തിരക്കഥാകൃത്ത് അശോക് ആചാരി എന്നിവരെ ആദരിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് അംഗം പ്രീതി,
സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് PI ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുനിൽ തൊഴിയൂർ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു. തയ്യൂർ സൗഹൃദ നഗർ നിവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ സൗഹൃദ നഗർ റോഡ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സ്ഥലം സന്ദർശിച്ച് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് 22 ലക്ഷം രൂപ അടങ്കൽ തുക വകയിരുത്തി പ്രദേശത്തെ 400 മീറ്ററിലധികം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, മുൻ പഞ്ചായത്ത് അംഗം മുരളി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യുക്ത 2025 ഷോർട്ട് ഫിലിം മത്സരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ സുനിൽ ചന്ദ്രന് ഇത് മുറിവേറ്റ ഹൃദയത്തിനുള്ള ഒരിറ്റ ആശ്വാസം. ഇക്കഴിഞ്ഞ ദിവസം വാതാലയേശൻ ക്രിയേഷൻസ് നിർമ്മിച്ച ചൂട്ടുകളി എന്ന ഷോർട്ട് ഫിലിം അണിയറ പ്രവർത്തകരെ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ആദരിച്ചപ്പോഴാണ് സുനിൽ ചന്ദ്രൻ മനസ്സ് തുറന്നത്. ഹ്രസ്വചിത്ര മത്സരത്തിൽ മികച്ച ചിത്രമായ ചൂട്ടുകളിയിൽ നായക കഥാപാത്രമായ രാമനാഥനെ അവതരിപ്പിച്ചാണ് സുനിൽ ചന്ദ്രൻ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. സുനിൽ ചന്ദ്രന്റെ കലാജീവിതത്തിലെ ആദ്യ മുഴുനീള കഥാപാത്രമാണ് പരമഭക്തനായ രാമനാഥൻ. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ജാഗ്രത പുലർത്തേണ്ടതിനെക്കുറിച്ചാണ് അശോക് ആചാരി തിരക്കഥ എഴുതിയ ഹ്രസ്വചിത്രം പറയുന്നത്. ചെറുപ്പത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചുമലിലേറ്റിയ സുനിൽ പ്രാരാബ്ദങ്ങളാൽ തളർന്ന് തന്റെ ഉള്ളിലെ അഭിനയമോഹം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ കുടുംബത്തെ കരകയറ്റിയ സുനിൽ ഇതിനിടെ സിനിമയിൽ അവസരം തേടി 16 വർഷത്തോളം ഒരു സംവിധായകനിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്നു. 16 വർഷത്തിനുപുറം തന്റെ വെള്ളിത്തിര സ്വപ്നങ്ങൾ പൂവണിയാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ സങ്കടത്തിലായ സുനിലിനെ നായകനാക്കി ഒരു ഷോർട്ട് ഫിലിം ഒരുക്കാൻ സുഹൃത്തുക്കളായ രാജൻ പുഷ്പാഞ്ജലിയും അശോക് ആചാര്യയും അന്തരിച്ച സാംസ്കാരിക പ്രവർത്തകൻ നാരായണൻ ആത്രപ്പുള്ളിയും മുൻകൈയെടുക്കുകയായിരുന്നു. ചൂട്ടുകളിക്ക് ശേഷം 10ഓളം ഷോർട്ട് ഫിലിമുകളിലും കുറച്ച് മ്യൂസിക് ആൽബങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചു. പ്രശസ്ത ബംഗാളി സംവിധായകൻ പ്രൊബിർ ഗുഹ, തമിഴ് സിനിമയിലെ പ്രശസ്ത കാസ്റ്റിംഗ് ഡയറക്ടറായ ഉത്തരി വിജയകുമാർ, പോണ്ടിച്ചേരി ആദിശക്തി തിയേറ്റർ ഗ്രൂപ്പ് ഡയറക്ടർ വിനയകുമാർ, പ്രശസ്ത നാടക പ്രവർത്തകരായ ബാബു വൈലത്തൂർ, ഷാജി നിഴൽ, അൻസാർ അബ്ബാസ് എന്നിവരുടെ കീഴിൽ അഭിനയ പരിശീലനം നടത്തിയ സുനിലിന്റെ ഏകപാത്ര നാടകമായ കടലാഴം ഇതിനകം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ അതിരാണിപ്പൂക്കൾ നാടകത്തിലെ ചെത്തുകാരൻ എന്ന കഥാപാത്രത്തെ രംഗത്ത് അവതരിപ്പിച്ചു വരുന്ന സുനിൽ ചന്ദ്രൻ ഇനി പാഠബാക്കി നാടകത്തിലെ കിട്ടുണ്ണിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം ചൂട്ടുകളിയുടെ 2ാം ഭാഗമായ തീയങ്കത്തിൽ രാമനാഥന്റെ പുതിയ പ്രതിസന്ധികൾ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. വേലൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണ രോഗികൾക്കായി സംഘടിപ്പിച്ച സ്നേഹസ്പർശം സാന്ത്വന സംഗമം വേറിട്ട അനുഭവമായി. രോഗികളും ബന്ധുക്കളുമായി തൃശൂർ ശോഭാ മാളിൽ ഒരു ദിവസം ചിലവഴിച്ച് ഭക്ഷണം കഴിച്ച് സിനിമ കണ്ടാണ് ഇവർ മടങ്ങിയത്. കോർഡിനേറ്ററായ JHI-P രാജേഷ് നേതൃത്വം നൽകി. തുടർന്ന് വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന സ്നേഹസംഗമം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ ശുഭ അനിൽകുമാർ, വിജിനി ഗോപി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ U വിശ്വനാഥൻ, ഡോക്ടർ ഷിജിൽ, JHI ദീപക് കുമാർ, ദീപു രാജേഷ് എന്നിവർ സംസാരിച്ചു. നഴ്സ് ബീന, ഡ്രൈവർ രാധാകൃഷ്ണൻ തുടങ്ങിയ പാലിയേറ്റീവ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. രോഗികൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. സജിനി ഉണ്ടാക്കുന്ന ചായയും ജ്യൂസും കഴിക്കാനെത്തുന്നവർക്ക് ശബ്ദമാധുര്യം കൊണ്ടുള്ള സംഗീതത്തിന്റെ രുചി കൂടി ആസ്വദിക്കാം. കരുവന്തല മേലേപ്പുരയ്ക്കൽ വീട്ടിൽ രതീഷിന്റെ ഭാര്യ സജിനി മുല്ലശ്ശേരി അക്കാഡിയ ഹൈപ്പർ മാർക്കറ്റിൽ ടീ സ്റ്റാളിലെ ജീവനക്കാരിയാണ്. പഞ്ചവർണ്ണക്കിളിച്ചിലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ കാണാൻ കണ്ണിനഴകുള്ളോളേ കണ്ണൊന്നടച്ചാലോ
ചെറുപ്പം മുതലേ സംഗീതത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന സജിനി വിവാഹശേഷമാണ് സംഗീതരംഗത്ത് സജീവമാകുന്നത്. നാടൻ പാട്ടുകളാണ് കൂടുതൽ പാടാൻ ഇഷ്ടപ്പെടുന്നതെങ്കിലും പഴയ സിനിമാ പാട്ട് പാടുന്നതിനും സജിനിക്കിഷ്ടമാണ്. മക്കൾ പഠിക്കുന്ന സ്കൂളിലെ പൊതുപരിപാടികളിലും പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് സജിനിക്ക്. ചെണ്ടകലാകാരനായ രതീഷിന്റെ പൂർണ്ണ പിന്തുണയാണ് സംഗീതരംഗത്ത് സജീവമാക്കാൻ ഇടയാക്കിയതെന്ന് സജിനി പറയുന്നു. 2 മക്കളിൽ മൂത്ത മകൾ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിലും രണ്ടാമത്തെ മകൻ കോട്ടമുക്ക LP സ്കൂളിൽ 2ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇവരും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അക്കാഡിയ ഹൈപ്പർ മാർക്കറ്റിലെ അധികൃതരും ജീവനക്കാരും സജിനിയുടെ സംഗീതയാത്രയ്ക്ക് ഊർജം പകരുന്നുണ്ട്. ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുമ്പോഴും തന്റെ മാധുര്യമൂർന്ന ശബ്ദം കൊണ്ട് ഉപഭോക്താക്കളെയും സംഗീത ലോകത്തേക്ക് ആനയിക്കുകയാണ് സജിനി. ചൂട് ചായയ്ക്കൊപ്പം ഇമ്പമാർന്ന ഗാനങ്ങളുടെ ആലാപനത്തിൽ മതിമറന്ന വയറും മനസ്സും നിറഞ്ഞാണ് ഉപഭോക്താക്കൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. താനെ വലിഞ്ഞു കയറി ദൂരത്തിങ്ങോ മറന്നുവല്ലോ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി കൂട്ടി മാറി. പന്നിത്തടം മാത്തൂർ ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ഒരുക്കി. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പ്രസാദഊട്ടും നൽകി. ക്ഷേത്രം മേൽശാന്തി സുധീഷ് നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ, ജനറൽ സെക്രട്ടറി അക്ബർ അലി, ട്രഷറർ സലാം വലിയകത്ത്, ലീഡർ OK വിജയൻ, TK ശിവശങ്കരൻ, സുരേഷ് മമ്പറമ്പിൽ, രക്ഷാധികാരികളായ K ജയശങ്കർ, MP സിജോ, പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. INTUC നേതൃത്വത്തിൽ നടത്തുന്ന മാതൃകാ പ്രവർത്തനത്തിന് സത്യൻ, റെനി, മുകേഷ്, ദിനേശൻ, ഷിജു, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് 2025-26 വർഷത്തെ പുന്നയൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും 8,31,00,000 രൂപ, റോഡുകൾക്കും പാലങ്ങൾക്കുമായി 6 കോടി, കൃഷിക്കും മൃഗസംരക്ഷണത്തിനുമായി 2,50,00,000, പൊതുജനാരോഗ്യത്തിനും പശ്ചാത്തല വികസനത്തിനുമായി 2,25,00,000 എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. ശ്മശാനം 1,25,00,000, വൈദ്യുതീകരണം അറ്റകുറ്റപ്പണികൾക്കായി 1,10,00,000, പൊതുകെട്ടിടങ്ങളും അറ്റകുറ്റപ്പണികളും എന്നിവയ്ക്ക് 1,70,00,000, കുടിവെള്ള പദ്ധതി അറ്റകുറ്റപ്പണികളും 2,25,00,000, മത്സ്യബന്ധന മേഖലയ്ക്ക് 1,10,00,000, പ്രാദേശിക സാമ്പത്തിക വികസനവും സ്വയം തൊഴിൽ പദ്ധതികളും 1,10,00,000, വിദ്യാഭ്യാസം യുവജനക്ഷേമം 1 കോടി, വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി 1 കോടി, പട്ടികജാതി ക്ഷേമത്തിനായി 1 കോടി, ടൂറിസത്തിനായി 1 കോടി എന്നിങ്ങനെ പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TB സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരും വാർഡ് മെമ്പർമാരും, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ, നിർവഹണ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജീവനക്കാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അവതരിപ്പിച്ച 2025-26 ബഡ്ജറ്റ് മുൻ വർഷങ്ങളിലെ തനിയാവർത്തനമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഗേറ്റിന് മുന്നിൽ ബജറ്റ് പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള പഞ്ചായത്തിൽ ഈ മേഖലയെ പാടെ അവഗണിച്ചുവെന്നും റോഡ്, ലൈഫ് ഭവന പദ്ധതി, യുവജനക്ഷേമം, ടൂറിസം മേഖല എന്നിവയ്ക്കായി ക്രിയാത്മകമായി ഒന്നും ബജറ്റിലില്ലെന്നും UDF അംഗങ്ങളായ MV ഹൈദരാലി, C അഷ്റഫ്, അസീസ് മന്നലാംകുന്ന, സുബൈദ പുളിക്കൽ, ജസ്ന ഷെജീർ, ഷെരീഫ കബീർ എന്നിവർ കുറ്റപ്പെടുത്തി. കണ്ടാണിശ്ശേരി എക്സൽസിയർ LP സ്കൂളിന്റെ 106ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. സ്റ്റാഫ് പ്രതിനിധി C ലീന ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, സ്കൂൾ പ്രധാന അധ്യാപിക CK ലില്ലി ടീച്ചർ, MSS UP സ്കൂൾ പ്രധാന അധ്യാപിക BN സിന്ധു, പൂർവ്വ അധ്യാപക പ്രതിനിധി MP ഗിരിജ, OSA പ്രതിനിധി K രവീന്ദ്രൻ, റെഡ് ആർമി ക്ലബ് സെക്രട്ടറി TV ബിബിൻ, സാരഥി ക്ലബ്ബ് പ്രതിനിധി PM സന്തോഷ്, MRC ക്ലബ് സെക്രട്ടറി KR ദാസൻ, പുലരി ക്ലബ് സെക്രട്ടറി ജിതിൻ ദാസ്, PTA പ്രസിഡന്റ് സുബർണ സിജോ, MPTA പ്രസിഡന്റ് രമ്യ രമേശ് എന്നിവർ സംസാരിച്ചു. LSS വിജയികൾക്കുള്ള അനുമോദനം, പ്രതിഭാധനം, എൻഡോവ്മെന്റ് വിതരണം, അവാർഡ് വിതരണം എന്നിവയും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.
ദീർഘകാലം തൃശൂർ ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിനെ നയിച്ച എൽ സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ 13ാം ചരമവാർഷികാചരണം കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. ഗുരുവായൂർ റോഡിലെ AP ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് CF റോബിൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സാംസൺ ചിരിയങ്കണ്ടത്ത്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അലിക്കുട്ടി, കൃഷ്ണൻകുട്ടി ആലാട്ട്, ഗോപകുമാർ, ബജീഷ്, ജെയ്മോൻ, സിജോ ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച AL സെബാസ്റ്റ്യൻ മാസ്റ്റർ നിരവധി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർണയം അകറ്റാം അർബുദം എന്ന പേരിൽ ജനകീയ ക്യാൻസർ പ്രതിരോധ നിർണയ ക്യാമ്പ് നടത്തി. വരവൂർ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രേഖ പദ്ധതി വിശദീകരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, VG ദീപു പ്രസാദ്, എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി, വരവൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ് ജോൺ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ വ്യക്തി നിലവും കുളവും നികത്തുന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഞമ്മനേങ്ങാട് കരിയമ്പായി സെന്ററിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കെട്ടിടത്തിന് സമീപം റോഡിനോട് ചേർന്ന് കിടക്കുന്ന കുളവും നിലവുമാണ് സ്വകാര്യ വ്യക്തി ചുവന്ന മണ്ണിട്ട് നികത്തുന്നത്. നിലത്തിന്റെ ഭൂരിഭാഗവും കുളം ഭാഗികവുമായാണ് നികത്തിയിട്ടുള്ളത്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇത്തരം പ്രവർത്തനത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, കുടിവെള്ളം, ക്ഷേമ പദ്ധതികൾ, കൃഷി എന്നിവയ്ക്ക് ഊന്നൽ നൽകി. 24,18,86,000 രൂപ വരവും 23,59,25,000 രൂപ ചിലവും 1,10,89,392 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷരായ SK ഗാലിദ് പനങ്ങാവിൽ, രുക്മിയ സുധീർ, മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, സനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ റഷീദ്, സെക്രട്ടറി അനിത രാമൻ, മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പരൂർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനം. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കണ്ണന്നൂർ മന രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പ്, ദീപാരാധന, സുമേഷ് ബ്രഹ്മകുളത്തിന്റെയും സംഘത്തിന്റെയും തായമ്പക മാതൃസമിതികളുടെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും ഉണ്ടായി. പരൂർ അന്നപൂർണ അന്നദാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെയും ഉച്ചയ്ക്കും പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. തൃശൂർ റോക്ക് ആൻഡ് മെലഡി മ്യൂസിക് ബാൻഡിന്റെ ഭക്തിഗാനസുധയും അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൊലിയത്ത്, സെക്രട്ടറി ശ്രീനിവാസൻ താണിശ്ശേരി, രക്ഷാധികാരി രമണി അശോകൻ നാലാപ്പാട്ട്, ക്ഷേത്ര ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തകർന്ന ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ചും പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ ജാഥകളും തുടർന്ന് പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ സംഗമവും നടത്തി. നാസർ കല്ലായി, കുഞ്ഞു മുഹമ്മദ്, അബു പുത്തൻകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആഷിഖ് ഖാദിരി, KA ശിവരാമൻ, ഷാജി PK കാസ്മി, നിഷ അരേഗത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് K കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ബൈക്ക് യാത്രികർക്ക് അപകടക്കെണിയൊരുക്കി കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ. ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ വിവിധ മേഖലകളിലായാണ് കോൺക്രീറ്റ് റെഡിമിക്സ് വാഹനത്തിൽ നിന്നും അവശിഷ്ടങ്ങൾ റോഡിലേക്ക് തെറിച്ചു വീണിട്ടുള്ളത്. കോനുമുച്ചി പള്ളിയുടെ മുന്നിലും സെഞ്ചുറി ബസ് സ്റ്റോപ്പ് പരിസരത്തുമാണ് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ കൂടുതലായും റോഡിലേക്ക് വീണിരിക്കുന്നത്. റോഡിലേക്ക് വീണ കോൺക്രീറ്റിലെ മെറ്റലുകൾ വലിയ തോതിൽ ചിതറി വീണിട്ടുണ്ട്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങളിലെ യാത്രികരാണ് ദുരിതത്തിലായത്.
മെറ്റലിൽ കയറി നിറങ്ങി വീഴുന്നത് സ്ഥിരമായിരിക്കുകയാണ്. കൂടുതലായും സ്ത്രീകൾ വീണാണ് അപകടം സംഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചൊവ്വല്ലൂർ പടിയിൽ നിന്നും കോൺക്രീറ്റ് കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്നാണ് മെറ്റലും കോൺക്രീറ്റ് മിശ്രിതവും തെറിച്ച് പുറത്തേക്ക് വീഴുന്നത്. ഇത് പതിവാണെങ്കിലും വാഹനത്തിലുള്ളവർ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. 5-6 പ്രാവശ്യം ഇതുപോലെ കിട്ടുന്നവര് നാട്ടുകാരെ അടിച്ചവര് വൃത്തിയാക്കിയിട്ട് വണ്ടി വീണത് വേറെ, അപകടം നടന്നത് വേറെ. അത് പറയുമ്പോൾ ഒരു നിർത്താൻ പോകും. ഒരു പ്രാവശ്യം അവരെ അടിച്ചവര് വൃത്തിയാക്കിയിട്ട് പോയി. പിന്നെ ഇത് ഡെയിലി പോയി തന്നെ ആൾക്കാരില്ലാത്ത ദിവസം അവരിട്ടിട്ട് പോകും. ചോളിപ്പടിന്ന് പോകണമെന്ന് തോന്നേ. ആ ഒരു RVK ഒരു വണ്ടിയുടെ പേരാണ് കൊണ്ടത്, വെള്ള കളർ വണ്ടി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്ന മണ്ണ് റോഡിന്റെ പല ഭാഗത്തും വീണ് അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. വലിയ ലോറികളിൽ അശ്രദ്ധമായി കൊണ്ടുപോകുന്ന മണ്ണും കോൺക്രീറ്റും നിരന്തരമായി റോഡിൽ വീണ് അപകടങ്ങൾ പതിവാകുമ്പോഴും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോ വകുപ്പുകളോ തയ്യാറാകുന്നില്ലെന്നതാണ് വസ്തുത. കുന്നംകുളം ആർത്താറ്റ് സ്മൃതിപഥം ഡിമെൻഷ്യ ഡേ കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ മറവിരോഗ പരിശോധനാ ക്യാമ്പും പരിചരിക്കുന്നവർക്കായുള്ള പരിശീലന ബോധവൽക്കരണവും നടത്തി. മറവിരോഗ പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ അഞ്ജു കൃഷ്ണ നേതൃത്വം നൽകി. ഡിമെൻഷ്യ രോഗികൾക്കായുള്ള ചികിത്സ നൽകി. മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിലെ MSc ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാർത്ഥികളായ ഷിഫാനയും സംഘവും രോഗപരിചാരകർക്കായുള്ള മൈൻഡ്ഫുൾ കെയർ ഗിവിംഗ് പരിശീലനം നയിച്ചു. സ്മൃതിപഥം അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് കുമാർ നേതൃത്വം നൽകി. വേലൂർ കുറുമാൽ ശ്രീ ശ്രീ ലക്ഷ്മി ജ്ഞാന കേന്ദ്രത്തിന്റെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ശ്രീ ശ്രീ ജ്ഞാനലക്ഷ്മി ക്ഷേത്രത്തിലാണ് ക്യാമ്പ് നടക്കുക. എല്ലാവിധ കണ്ണ് പരിശോധനയും ക്യാമ്പിൽ ലഭ്യമാകും. അർഹരായവർക്ക് തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 73 56 85 94 71 90 61 33 0275 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ യോഗവും സംഗീത സായാഹ്നവും ഞായറാഴ്ച നടക്കും. കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഉച്ചതിരിഞ്ഞ് 4 മുതൽ 6 മണി വരെ നടക്കുന്ന സുവിശേഷ യോഗത്തിൽ അഡ്വക്കേറ്റ് ജോളി ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കും. തലക്കൂട്ടുകര വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആർട്സ് ഫെസ്റ്റിവൽ അദ്വിക 2025 എന്ന പേരിൽ തുടക്കമായി. വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ 28 വേദികളിലായി 70ഓളം ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. കോൽക്കളി, അർബനമുട്ട്, മിമിക്രി, മോണോ ആക്ട്, തിരുവാതിര, ഒപ്പന, മാർഗം കളി, മൈം തുടങ്ങി 31ഓളം ഇനങ്ങൾ ആദ്യ ദിനത്തിൽ പൂർത്തിയായി. പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത സി, സെനറ്റ് കൺവീനർമാരായ സംഗീത് കെ, സൽക്കല KS തുടങ്ങിയ വിവിധ വകുപ്പ് ജീവനക്കാരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ദേശീയ ശാസ്ത്രദിനത്തിൽ മനുഷ്യശക്തിയുള്ള ഊർജ്ജ ഉൽപാദന കണ്ടുപിടുത്തവുമായി പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ സിനാനും ഷെഹരിയാറും താരങ്ങളായി. സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജത്താൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും തുടർന്ന് പമ്പ് സെറ്റ് ഘടിപ്പിച്ച് ജലം പമ്പ് ചെയ്യുന്ന കണ്ടുപിടുത്തവുമാണ് ഇരുവരും ചേർന്ന് സ്കൂളിൽ അവതരിപ്പിച്ചത്. ഈ കണ്ടുപിടുത്തത്തെ മനുഷ്യശക്തിയുള്ള ഊർജ്ജ ഉൽപാദന കണ്ടുപിടുത്തമെന്ന് സിനാനും ഷെഹരിയാറും വ്യക്തമാക്കി. ചടങ്ങിൽ ജൂനിയർ പ്രിൻസിപ്പൽ ഫരീദ ഇ മുഹമ്മദ്, സയൻസ് അധ്യാപിക അമൃത വിനോദ് എന്നിവർ പങ്കെടുത്തു. അടുത്ത ബന്ധുക്കൾ കൂടിയായ സിനാനും ഷെഹരിയാറും പെരുമ്പിലാവ് മേനോത്ത് കമറുദ്ദീൻ ജാസ്മിൻ ദമ്പതികളുടെയും കരിക്കാട് മേനോത്ത് മൻസൂർ ഷാനി ദമ്പതികളുടെയും മക്കളാണ്. വയലത്തൂർ മഹലിൽ മജ്ലിസുന്നൂർ വാർഷികാഘോഷവും +2 മദ്രസ പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മഹല്ല് പ്രസിഡന്റ് NA കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു. റമളാൻ മുന്നൊരുക്കം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉസ്താദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. +2 മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഹിദ ഫാത്തിമ, ആയിഷ റിഫാൻ എന്നിവരെ മദ്രസ മാനേജ്മെന്റും ഉസ്താദുമാരും ചേർന്ന് ആദരിച്ചു. കമ്മിറ്റിയുടെ പ്രശംസാപത്രം മൂസ മാസ്റ്റർ, ജലീൽ വെട്ടിശ്ശേരി, ഉമ്മർ ചേപ്പുള്ളിയിൽ, AM മുഹമ്മദ് എന്നിവർ കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
Malaya Gold and Diamonds, Malaya Junction, Kundangulam. വെള്ളിഗ്രാമിന് 104 രൂപ. ചരമം കാണിയാമ്പാൽ ചെറുവത്തൂർ കൊച്ചുണ്ണി ഭാര്യ കൊച്ചുമോൾ നിര്യാതയായി 76 വയസ്സായിരുന്നു. പെരുമ്പിലാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ബിനോജ്, ബിജേഷ് എന്നിവർ മക്കളാണ്. റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ഓഫീസറും മുൻകാല YMCA ബാസ്കറ്റ്ബോൾ ടീം അംഗവുമായിരുന്ന കുന്നംകുളം തെക്കേപ്പുറം ചെറുവത്തൂർ പാത്തുമകൻ രാജൻ നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. മറിയാമ്മ ഭാര്യയും സുജ, ഷിജി, ഷൈജ എന്നിവർ മക്കളുമാണ്. കൊരട്ടിക്കര ചെറുവത്തൂർ പരേതനായ ജോർജ് മകൻ ഷാജി നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. ബെറ്റി ഭാര്യയും ജിൻസ്, ജിനി എന്നിവർ മക്കളുമാണ്. കടങ്ങോട് ഖാദർപടി താഴത്തേതിൽ വീട്ടിൽ മാനുവിന്റെ മകൻ മുഹമ്മദ് കുട്ടി ചെന്നൈയിൽ നിര്യാതനായി 63 വയസ്സായിരുന്നു. ഖബറടക്കം കടങ്ങോട് മുയിനുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഹാജറയാണ് ഭാര്യ. ഷെഫീഖ്, ഷെജീർ, ഷക്കീർ എന്നിവർ മക്കളാണ്. പെലക്കാട്ടുപയ്യൂർ നെടിയടത്ത് കൊച്ചുമകൻ മണി നിര്യാതനായി 71 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കണ്ണും കാതും നിറച്ച ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. 96 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തേക്ക് ജനപ്രവാഹം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെ തലയെടുപ്പുള്ള കൊമ്പന്മാർ. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതി വോട്ടിനിട്ട് അംഗീകരിച്ചു. വെള്ളിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിൽ വാർഷിക പദ്ധതി അംഗീകരിക്കുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ടത് BJP അംഗങ്ങളുടെ വിയോജിപ്പിനെ തുടർന്ന്. ആളൂർ പുഴയിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടിയുമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യവകുപ്പ്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പോർക്കുളം, കാരുകുളം, കണ്ടംപുള്ളി ബാലൻ മകൻ സുമേഷിന്റെ 13ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ. പോർക്കുളം, കാരുകുളം, കണ്ടംപുള്ളി ബാലൻ മകൻ സുമേഷിന്റെ 13ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.